ഇന്നലെ പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരരുടെ ചിത്രങ്ങളും രേഖാചിത്രങ്ങളും പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. സൈന്യം ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. പഹൽഗാമിലും പരിസര പ്രദേശങ്ങളിലും കശ്മീരിലാകെ. നേരത്തെ കണ്ട ആ ഭീകരന്റെ പേര് ആസിഫ് ഫൗജി എന്നാണ്. ആസിഫ് ഫൗജി എന്ന ഭീകരന്റെ ചിത്രം നേരത്തെ ഇയാളുടെ പേര് ആസിഫ് ഫൗജി എന്നാണ്. ആസിഫ് ഫൗജിയുടെ ചിത്രം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദികളാണ് ഇവർ. പാകിസ്ഥാനിൽ നിന്നുള്ള സഹായത്തോടുകൂടി പാകിസ്ഥാനിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള തീവ്രവാദികളാണ്. ഇന്നലെ 6 പേർ ആണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ വെടിയുതിർത്ത ആളുകളുടെ രേഖാചിത്രങ്ങളാണ് ഇപ്പോൾ സുരക്ഷാ സേന പുറത്തുവിട്ടിരിക്കുന്നത്. ആസിഫ് ഫൗജിയുടെ ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളുമായി പി ബസന്ത് ചേരുകയാണ്. ബസന്ത്, കൊല്ലപ്പെട്ട ഭീകരവാദികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ആക്രമണം നടത്തിയ ഭീകരവാദികളെ ഇപ്പോൾ ആസിഫ് ഫൗജിയുടെ ചിത്രം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. ഇത് പൂർണ്ണമായും ലഷ്കർ ഇ തൊയ്ബയുടെ ആസൂത്രണത്തിൽ നടന്നതാണെന്ന് വ്യക്തമാവുകയാണ്. ഇതിന്റെ ആസൂത്രണത്തിൽ ആരൊക്കെ, ഇതിന്റെ ചരടുകൾ എവിടെ നിന്ന് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ടോ? അഭിലാഷ്, ഇപ്പോൾ 3 ഭീകരരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുവെന്നാണ് NIA പറയുന്നത്. നേരത്തെ വന്ന വിവരപ്രകാരമാണെങ്കിൽ തദ്ദേശീയരായ 2 പേരും പാക് ഭീകരരായ 2 പേരും ചേർന്ന് 4 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. ഈ വന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെ പാക് ഭീകരരുടേതാണ്. ഇവരുടെ മറ്റൊരു ചിത്രം കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. അതായത് വെടിയുതിർക്കുന്ന സമയത്ത് ഇയാൾ ധരിച്ചിരുന്ന വേഷം എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ഫെറ്റീഗ് തന്നെയായിരുന്നു. കയ്യിൽ തോക്ക് ഉള്ള ഒരു ചിത്രമാണ് നേരത്തെ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഈ പഹൽഗാം പൂർണ്ണമായും സൈനിക വലയത്തിലാണ്. ഈ മേഖലയിൽ സംഭവം നടന്ന മേഖല അടക്കമുള്ള അവിടെ വലിയ തോതിലുള്ള സുരക്ഷാ തെരച്ചിൽ നടപടികൾ പുരോഗമിക്കുന്നു. ഒരു സംയുക്ത ഓപ്പറേഷനാണ് നടക്കുന്നത്. സേനയുടെയും കരസേനയുടെയും അതോടൊപ്പം തന്നെ കാശ്മീർ പോലീസിൻ്റെയും സംയുക്ത ഓപ്പറേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പിടിക്കും എന്നുള്ളത് തന്നെയാണ് സേനാ വൃത്തങ്ങൾ നൽകുന്ന സൂചന.